എന്തിനാ പൈസ പോവും അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടെ കണ്ടോ, നിമിഷ് ജെയിൻ എന്ന് പറഞ്ഞിട്ടൊരു കാസ്റ്റിംഗ് ഏജൻസിന്റെ ഒരു മെസ്സേജ് എനിക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ബ്രാൻഡ് നമ്മളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു എമൗണ്ട് തന്നിട്ട് അവരവരുടെ കമ്മീഷൻ എടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തട്ടിപ്പ് ഉടായ്പ കാര്യങ്ങളൊന്നും ആവാതിരുന്നാൽ മതിയായിരുന്നു. അവർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് പൈസ ആവശ്യമില്ല, രജിസ്ട്രേഷൻ ഫീ ഇല്ല, എൻട്രി ഫീ ഇല്ല, ഒന്നുമില്ല എന്നാണ്. ഇതൊക്കെ കഴിഞ്ഞ ശേഷം വലിയൊരു ഫീ ഉണ്ടെന്ന് അവർ പറഞ്ഞാൽ ഇട്ടിട്ട് ഓടേണ്ടി വരും. ഞാൻ ഈ പരിപാടിക്കൊന്നും പോവില്ല. എന്തായാലും നാളെ ഒരു 11 മണിക്ക് എത്താനല്ലേ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ബ്ലഡ് ചെക്കിനോട് എത്തി, ഇനി ബ്ലഡ് കൊടുത്തിട്ട് വരാം. റിപ്പോർട്ട് വന്നാലേ ഇനി ശ്വാസം താഴത്തേക്ക് വീഴുള്ളൂ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇനിയിപ്പം നേരെ പോകാൻ പോകുന്നത് ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുക്കാണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ ഇതൊക്കെ എന്താ അവസ്ഥ എന്ന് നോക്കിയിട്ട് വരാം. പിന്നെ പോണ വഴിക്ക് നമ്മൾ ഫുഡ് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. കാരണം നമ്മൾക്ക് PP, അതായത് ഫുഡ് കഴിച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഷുഗർ എടുക്കാനുണ്ട്. അപ്പോൾ ആ ഷുഗർ എടുക്കുന്ന സമയത്ത് കറക്റ്റ് ടൈമിങ്ങിന് വേണമെങ്കിൽ നമ്മൾ കൊണ്ടുപോകുകയാണെങ്കിൽ ഈസിയാണ്. പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുന്നില്ല, നമ്മൾ കഴിക്കുന്ന സ്ഥിരം ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഷുഗർ ചെക്ക് ചെയ്യാം. അപ്പോൾ കറക്റ്റ് അറിയാൻ പറ്റുമല്ലോ. ബ്ലഡ് ചെക്കിനോട് എത്തി, ഇനി ബ്ലഡ് കൊടുത്തിട്ട് വരാം. അങ്ങനെ ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു. ഇനിയിപ്പോൾ ഇതാ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഏകദേശം 10:45 നേരം. അറിയില്ല, അന്ന് വൈകുന്നേരം റിപ്പോർട്ട് വരും. എല്ലാം ഓക്കെ ആയിട്ട് നോർമൽ ആയാൽ മതിയായിരുന്നു. നല്ല ടെൻഷനുണ്ട്. റിപ്പോർട്ട് വന്നാലേ ഇനി ശ്വാസം താഴത്തേക്ക് വീഴുള്ളൂ, അതുപോലെ ഇരിക്കണേ. അങ്ങനെ 11:15 ആയപ്പോഴേക്ക് വീട്ടിൽ തിരിച്ചെത്തി. ഇനി ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ വന്നാൽ മതിയായിരുന്നു. ഒരു കുഴപ്പം അതിനകത്ത് കാണാതിരുന്നാൽ മതിയായിരുന്നു റിസൾട്ടിൽ. പിന്നെ പോരണ വഴിക്ക് കുറച്ച് മാങ്ങ മേടിച്ചു. ഇതെന്ത് മാങ്ങയാണെന്നുള്ളത് ഇപ്പോൾ എനിക്കും അറിയില്ല. കവറ് കയറിയിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. കഴിക്കാൻ ഭംഗി ഉണ്ടായാൽ മതിയായിരുന്നു. പിന്നെ കുറച്ച് പഴം, കുറച്ച് മുട്ടയും. നല്ല അടിപൊളി മണം. കൊണ്ടുവന്നിരുന്നതല്ലേ ആദ്യമൊക്കെ? തന്നെയാണ് ഇത് കണ്ടാൽ അറിഞ്ഞൂടെ. ഇത് വേറൊരു കളർ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു. കളറിന് വ്യത്യാസം. അങ്ങനെ 2 സൈഡിലും കുത്ത് കിട്ടി. ഇതേ കവറിൽ വെക്കണ്ട, കവറിൽ വെച്ച് കഴിഞ്ഞാൽ ചീഞ്ഞ് കളഞ്ഞ് പോകും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ സാധനത്തിന്. കണ്ടിട്ട് നല്ല അടിപൊളി മാങ്ങയായിട്ട് തോന്നുന്നുണ്ട്. നോക്കി, ഒട്ടും ചെയ്യാത്ത മാങ്ങ പോലെ ഇല്ലേ? നോക്കി, നല്ല ക്ലിയർ ആയിട്ടില്ലേ? എവിടെ ഒരു പാടോ കലയോ പാടോ ഒന്നുമില്ല. തിന്നാ നോക്കട്ടെ. വിഷമ പോയിരുന്നു തിന്നിട്ടെ. എനിക്കിനി ഇന്നലത്തെ വ്ളോഗ് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ കഴിക്കാനുള്ള പരിപാടി നോക്കട്ടെ. എഡിറ്റിങ്ങും ഒക്കെ പാടെ ഒരുമിച്ച് നടത്തും. ചോറുണ്ടാക്കണമെന്നോ? ദോശ ഞാൻ ഉണ്ടാക്കിക്കോളാം, അത് കുഴപ്പമില്ല. അപ്പം ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ എനിക്കിപ്പോൾ 2 മണി വരേക്കും ഒന്നും വേണ്ടി വരില്ല. നല്ല ഹെവി കലോറിയാ. വ്ളോഗ് എഡിറ്റ് ചെയ്യട്ടെ. ചൂടുണ്ടോ കേട്ടോ. ബനീനും ഷർട്ടൊന്നും ഇടാത്ത സഹിക്കാൻ വയ്യ എൻ്റെ. ഹെവി ചൂട്. ഇവിടെ കണ്ടോ, നിമിഷ് ജെയിൻ എന്ന് പറഞ്ഞിട്ടൊരു കാസ്റ്റിംഗ് ഏജൻസിൻ്റെ ഒരു മെസ്സേജ് എനിക്ക് വന്നിരിക്കുകയാണ്. നമ്മളവിടെ കാസ്റ്റിംഗ് ഏജൻസിയിൽ പോയിട്ട് ഫോട്ടോ എടുക്കണം. ഫ്യൂച്ചറിൽ എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അവർ നമ്മളെ അറിയിക്കുന്നതാണ് പറയണത്. അപ്പോൾ ഏതെങ്കിലും ബ്രാൻഡ് നമ്മളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു എമൗണ്ട് തന്നിട്ട് അവരവരുടെ കമ്മീഷൻ എടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തട്ടിപ്പ് ഉടായ്പ കാര്യങ്ങളൊന്നും ആവാതിരുന്നാൽ മതിയായിരുന്നു. കാരണം ഇന്നത്തെ കാലത്ത് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും പൈസയാണ് വേണ്ടുള്ളൂ. പൈസയ്ക്ക് വേണ്ടിയിട്ട് സ്കാം നടത്തുന്ന ഒരുപാട് പരിപാടികൾ ഇന്നിപ്പോൾ ഉണ്ട്, അറിയാലോ. അപ്പോൾ ഓരോന്നും കേൾക്കുമ്പോൾ പേടിയാണ്. പോയി തല വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുടുങ്ങുമെന്നുള്ളൊരു ഭയമുണ്ട് സത്യം പറഞ്ഞാൽ. വെറുതെ അതുവരെ പോയിട്ട് പെട്രോളും കളഞ്ഞിട്ട് ഇപ്പോൾ ഇതുവരെ അവർക്ക് പൈസ ഒന്നും വേണ്ട എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് പൈസ ആവശ്യമില്ല, രജിസ്ട്രേഷൻ ഫീ ഇല്ല, എൻട്രി ഫീ ഇല്ല, ഒന്നുമില്ല എന്നാണ്. ഇതൊക്കെ കഴിഞ്ഞ ശേഷം വലിയൊരു ഫീ ഉണ്ടെന്ന് അവർ പറഞ്ഞാൽ ഇട്ടിട്ട് ഓടേണ്ടി വരും. ഞാൻ ഈ പരിപാടിക്കൊന്നും പോവില്ല, തല വെച്ച് കൊടുക്കൂല. എന്തിനാ പൈസ പോവും അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്തായാലും നാളെ ഒരു 11 മണിക്ക് എത്താനല്ലേ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇതിൽ എത്രമാത്രം എന്താ പറയുക ജെനുവിനിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഇൻ കേസ് നല്ലതാണെങ്കിൽ ഓക്കെ, അടിപൊളി. സക്സസ് ആവുകയാണെങ്കിൽ ഓക്കെ, നല്ല കാര്യമാണല്ലോ. കാരണം നമുക്കും നമ്മുടെ ഫേസ് അവിടെ ഇവിടെയൊക്കെ പരസ്യ ചിത്രങ്ങളിലൊക്കെ കാണുക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ. വലിയ ഫ്ലക്സ് ബോർഡുകളിൽ അവിടെ ഇവിടെയൊക്കെ കാണുന്നത് രസമല്ലേ, മാളുകളിലൊക്കെ. ഞാനിപ്പോൾ അവരുടെ അടുത്ത് ജസ്റ്റ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് പൈസ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാമല്ലോ. ഇപ്പോൾ എൻ്റെ അടുത്ത് റിമൈൻഡ് ചെയ്യണം, നാളെയാണ് പരിപാടി, നാളെ രാവിലെ 11 മണിക്ക് എത്താൻ പറ്റുമോ, എങ്ങനെയാണെന്നൊക്കെ കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പൈസയുടെ ആവശ്യമുണ്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ. എനിക്ക് താല്പര്യമില്ല. വെറുതെ ഞാനതുവരെ വെയിലത്ത് അലഞ്ഞിട്ട് പോകണ്ടല്ലോ. അവരുടെ എൻ്റെ സമയം വെറുതെ കളയണ്ടല്ലോ.
എൻ്റെ പെട്രോളും വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് ഇത്ര കഷ്ടപ്പെട്ട് ഈ വെയിലത്ത് പോകണം എന്നുള്ളത് ചോദിച്ച് നോക്കുകയാണ്. എന്താ അവർ പറയാമെന്ന് അറിയില്ല. ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ മെസ്സേജിൽ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെ സമയം കളയണ്ടല്ലോ. അപ്പോൾ അവർ വിളിക്കുക എന്നിട്ട് അവർ ഗൂഗിളിൻ്റെ ഈ സാധനങ്ങളൊക്കെ അയച്ചു തന്നു. ഇത് ഭയങ്കര സംഭവമാണ്, നിങ്ങളിത് പോസ് ചെയ്ത് വായിച്ചു നോക്കുകൊണ്ടു, പ്രശ്നമൊന്നുമില്ല. ഫോൺ എടുക്കാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ ഏതായാലും ഫോൺ എടുത്തു. അവരുടെ അടുത്ത് ജസ്റ്റ് സംസാരിച്ചു. എന്താണ്, എങ്ങനെയാണ്, എനിക്കിതിൻ്റെ പ്രൊസീജിയർ അറിയില്ല, എനിക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളത് ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഞാൻ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് പരിപാടിയായിട്ട് അറിയില്ലല്ലോ. കാരണം നമ്മളവിടെ ചെല്ലുന്നവരെ ഒരു ചാർജ് ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മളവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 20,000 അടയ്ക്കൂ, അല്ലെങ്കിൽ ഒരു 30,000 അടയ്ക്കൂ, എന്നിട്ട് നിങ്ങളൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കൂ. അതാണ് അവരുടെ ലാഭം. എന്നിട്ട് പോർട്ട്ഫോളിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു മനുഷ്യൻ നമ്മളെ തിരിഞ്ഞു നോക്കുന്നുണ്ടാവില്ല. ഒരാൾക്ക് നമ്മളെ വേണ്ടിയും വരില്ല. ബ്രാൻഡുകൾക്ക് അവരുടെ പ്രോഫിറ്റ് അവർക്ക് കിട്ടുകയും ചെയ്യും, ബാക്കിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആകെ വഷളായിട്ട് വയൽ വിരലിട്ടിരിക്കേണ്ടി വരും. ഇതായിരിക്കും അവസ്ഥ. അപ്പോൾ ചോദിച്ചു, ഇങ്ങനത്തെ ഒരു പരിപാടിയില്ല, ഞങ്ങളൊരു മീഡിയേറ്റർ മാത്രമാണ്. ഏതെങ്കിലും ബ്രാൻഡ് നിങ്ങളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും പൈസ കിട്ടും, ഞങ്ങൾക്ക് അതിൻ്റെ കമ്മീഷനും കിട്ടും. അതായത് അവർക്ക് അതിൻ്റെ കമ്മീഷനും കിട്ടും, നമുക്ക് ബ്രാൻഡ് തരുന്ന പൈസ ഡയറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഫോട്ടോഷൂട്ട് കാര്യങ്ങൾക്കൊക്കെ ഏതെങ്കിലും ഒരു കമ്പനി ജ്വല്ലറികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസ് കമ്പനിയൊക്കെ വിളിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ഇവരുടെ ഈ ഒരു ബിസിനസ് നടക്കണമെന്നൊക്കെ പറഞ്ഞ് അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഫോണിൽ. ഇത് നോർത്ത് ഇന്ത്യൻ ടീമാണ്. പക്ഷേ അവരിവിടെ ചെന്നൈയിൽ അവർക്ക് ബ്രാഞ്ച് ഉണ്ട്. അതാണ് സംഭവം. നുങ്കമ്പാക്കത്താണ്. അവിടെ എത്തിയിട്ട് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ഞാൻ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക്, എന്താ അവിടുത്തെ അവസ്ഥ, എത്രത്തോളം ഇതിനകത്ത് ചതി ഉണ്ട് എന്നൊക്കെ ഞാൻ അപ്പോൾ പറയാം. ഇതാണ് അവരുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. കാസ്റ്റ്യൂ ഡിജിറ്റൽ കാസ്റ്റിംഗ് ഏജൻസി എന്നൊക്കെ പറയുന്ന ഭയങ്കര സെറ്റപ്പൊക്കെ ആയിട്ടാണ് അവർ കാണിക്കണത്. നമുക്ക് എത്രമാത്രം അറിയില്ല അത് വിശ്വസിക്കാൻ പറ്റുന്നുള്ളത്. ഒരുപാട് ചെന്നൈ, ബാംഗ്ലൂർ, ഡൽഹി ഇവിടേക്കൊക്കെ ഇവർക്ക് ബ്രാഞ്ചുകളുണ്ട് എന്നാണ് പറയണത്. ഇവർ പോയി നോക്കുക, പൈസ ചോദിക്കുമ്പോൾ തിരിച്ചു പോരാം, അല്ലാണ്ട് എന്താ. Somehow I feel set up. You're doing it wrong. Get a free home demo and consultation for all your summer essentials in just 60 minutes. From instant ice makers, ACs to mini fridges. Plus they also have coolers, UPS, table. ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ 3,50,000 എങ്ങാണ്ട് ഫോളോവേഴ്സൊക്കെ ഉള്ള ഭയങ്കര സെറ്റപ്പ് ടീമാണ്. അറിയില്ല, പോയി നോക്കാം. എന്തെങ്കിലും ചതി മണത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇട്ടിട്ട് പോരാ അല്ലേ. ചോറ് വെച്ചിട്ടില്ലല്ലോ. സമയം നോക്കി 2:15. ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കട്ടെ. അങ്ങനെ അമ്മയ്ക്കുള്ള ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു പൊട്ടറ്റോ കറിയും റെഡി ആക്കിയിട്ടുണ്ട്. 2:30 മണിയായി. നിങ്ങൾ ഈ സാധനം കഴിച്ചാട്ടെ. ദോശ എൻ്റെ കൈയൊക്കെ കഴുകണേ, എന്താണ് കഴിഞ്ഞില്ല. എന്താ തുണിയൊക്കെ പിന്നെ മടക്കിയേക്കാന്ന്. ഇതിപ്പോൾ ഏത് സിനിമ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത്? ഏതോ ഒരു സിനിമ. പേരൊന്നും അറിയില്ലല്ലോ, ആൾക്കാരെ അറിയില്ലല്ലോ, എനിക്ക് വരാൻ പാടില്ല. ഇത് മൊത്തം പുതിയ ആൾക്കാരാ. അങ്ങനെ ഇതാ ഡിന്നർ കഴിഞ്ഞ് നേരെ കമ്പ്യൂട്ടർ റൂമിലെത്തി. ഇനിയിപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്ക് എഡിറ്റ് ചെയ്യണം. പിന്നെ നാളെ നമുക്ക് പരിപാടിക്ക് പോകണം. ഫോട്ടോഷൂട്ട് ഉണ്ട്. എന്താകോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. ജെനുവിനാണോ അല്ലയോന്നൊന്നും അറിയത്തില്ല. പിന്നെ നമുക്ക് മാങ്ങ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ തുടങ്ങണം. അപ്പം ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.